നമസ്കാരം. 10ാം ക്ലാസ്സിലെ ജോഗ്രഫി രണ്ടാമത്തെ ചാപ്റ്റർ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന ന്യൂ SCERT ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ അത് പോയി കാണാം. അതിനുശേഷം രണ്ടാം പാർട്ടും കൂടെ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈഗർ മേഖല, കാലാവസ്ഥാ മേഖല വരെയാണ് പഠിച്ചത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ടണ്ട്ര മേഖല. അപ്പം ആർട്ടിക് വൃത്തത്തിന് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്ര തീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിശൈത്യ മേഖലയാണ് ടണ്ട്ര മേഖല. ഇവിടെ ശൈത്യകാല താപനില -25°C മുതൽ -40°C വരെയാണ്. വേനൽക്കാലത്തെ താപനില 10°C വരെ ഉയരാറുണ്ട്. ടണ്ട്ര മേഖലയിൽ മുഖ്യമായും മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലായിരിക്കും വർഷണം. ടണ്ട്ര മേഖലയിലെ പ്രതികൂല കാലാവസ്ഥാ സാഹചര്യത്തിൽ വളരെ കുറച്ച് സസ്യങ്ങൾ മാത്രമേ അതിജീവിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് മാത്രമാണ് സസ്യങ്ങൾ വളരുന്നത്. വളർച്ചകാലം വളരെ കുറവായതിനാൽ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും പായലുകളുമാണ് ഈ മേഖലയിൽ കാണപ്പെടുന്നത്. എസ്കിമോ, ലാപ്പാസ് തുടങ്ങി ഈ മേഖലയിലെ തദ്ദേശീയർ അർദ്ധനാടോടി ജീവിതം നയിക്കുന്നു. മനുഷ്യ ഇടപെടലുകൾ താരതമ്യേന കുറഞ്ഞ ഇടങ്ങളാണ് ആർട്ടിക് പ്രദേശം. ഭാവിയിൽ പ്രയോജനപ്പെടാവുന്ന സാധ്യതകൾ തേടി ശാസ്ത്രജ്ഞരും പര്യവേക്ഷകരും ഈ മേഖലയിൽ പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മേഖലയുടെ പ്രത്യേകതകളാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം. ഓരോ കാലാവസ്ഥാ മേഖലകളിലും തനതായ കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളും ജനജീവിത രീതികളും നിലവിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അനിയന്ത്രിതമായ വിഭവ ചൂഷണവും അശാസ്ത്രീയ വികസന പ്രവർത്തനങ്ങളും ഓരോ കാലാവസ്ഥാ മേഖലയിലെയും തനത് കാലാവസ്ഥാ സവിശേഷതകളിൽ മാറ്റം സൃഷ്ടിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നാണ് UN കാലാവസ്ഥാ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാലയളവ് ഏതാനും വർഷങ്ങൾ മുതൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെ ആകാം. കാലാവസ്ഥാ വ്യതിയാനം ആഗോള ആവാസ വ്യവസ്ഥകളെ സാരമായി ബാധിക്കുന്നു. ഇനി ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വേറിട്ട രീതിയിൽ നടന്ന 2 മന്ത്രിസഭാ യോഗങ്ങളുടെ ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഹിമാലയത്തിൽ ഉൾപ്പെട്ട നേപ്പാൾ തങ്ങളുടെ മന്ത്രിസഭാ യോഗം എവറസ്റ്റ് പർവ്വതത്തിൽ വെച്ച് ചേർന്ന ചിത്രമാണ് ഒന്നാമത്തത്. സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ മാത്രം ശരാശരി ഉയരമുള്ള ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപിൽ തങ്ങളുടെ മന്ത്രിസഭാ യോഗം കടലിനടിയിൽ ചേർന്നതാണ് രണ്ടാമത്തെ ചിത്രം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു വേറിട്ട രീതിയിൽ ഈ മന്ത്രിസഭാ യോഗങ്ങൾ സംഘടിപ്പിച്ചത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പർവ്വത രാജ്യമായ നേപ്പാളും ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപും. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഹിമാലയത്തിലെ ഹിമാനികൾ പ്രതിവർഷം 12 മുതൽ 20 മീറ്റർ വരെ ഉരുകുന്നു എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത എന്നിവയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ. ഇവയുടെ അളവ്, വിതരണക്രമം, കാലികക്രമം എന്നിവയുള്ള മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്നതോ ലോകം മുഴുവൻ ബാധിക്കുന്നതോ ആകാം. ഭൂമുഖത്തെ കാലാവസ്ഥ എല്ലാ കാലത്തും ഒരേപോലെ ആയിരുന്നില്ല. ഭൗമചരിത്രത്തിൽ കാലാവസ്ഥ ചാക്രികമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഹിമയുഗം, ഹിമാന്തരയുഗം ഭൂമിയുടെ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റത്തിന് ഉദാഹരണമാണ്. സ്വാഭാവിക കാലാവസ്ഥാ മാറ്റങ്ങളോടൊപ്പം മനുഷ്യ ഇടപെടലുകളും ലോക കാലാവസ്ഥയിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥാ മാറ്റത്തെ സ്വാഭാവികം, മനുഷ്യജന്യം എന്നിങ്ങനെ 2 വിധത്തിൽ തരംതിരിക്കാം. കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാവുന്ന ചില പ്രവർത്തനങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവയെ നമുക്ക് സ്വാഭാവിക കാരണങ്ങൾ, മനുഷ്യജന്യ കാരണങ്ങൾ എന്നിങ്ങനെ തിരിക്കാം. സ്വാഭാവിക കാരണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അഗ്നിപർവ്വത സ്ഫോടനം, സമുദ്രജല പ്രവാഹങ്ങൾ. ഇനി മനുഷ്യജന്യ കാരണങ്ങളാണ് വനനശീകരണം, എണ്ണഖനനം, വ്യവസായവൽക്കരണം എന്നിവ. ഭൗമപ്രവർത്തനങ്ങളുടെ ഫലമായുള്ള സ്വാഭാവിക കാലാവസ്ഥാ മാറ്റം മനുഷ്യപ്രയത്നത്താൽ നിയന്ത്രിക്കുക സാധ്യമല്ല.
കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിൽ പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയുമെല്ലാം ബാധിക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യ ഇടപെടലുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്നതല്ല, ആഗോളതലത്തിൽ ബഹുമുഖ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. അടുത്തതായി ഹരിതഗൃഹ പ്രഭാവവും ആഗോള താപനവും. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യാതപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഇത്തരം വാതകങ്ങളാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഹരിതഗൃഹ വാതകങ്ങൾ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമോപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഭൗമവികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് അന്തരീക്ഷത്തിൻ്റെ ഹരിതഗൃഹ പ്രഭാവം എന്നറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗൃഹ വാതകങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇതുമൂലം അന്തരീക്ഷത്തിൻ്റെ ഹരിതഗൃഹ പ്രഭാവം കൂടുതൽ ശക്തമാവുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് ആഗോള താപനം. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയും വ്യവസായശാലകളിലെ മാലിന്യങ്ങളിൽ നിന്നും ഖരമാലിന്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്നത്. ആഗോള താപനം കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു. ലോകത്തിലെ വിവിധ കാലാവസ്ഥാ മേഖലകളിലും അവയിലെ തനതായ കാലാവസ്ഥാ സവിശേഷതകളിലും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇത് തുടർന്നുകൊണ്ടേയിരുന്നാൽ കാലാവസ്ഥാ മേഖലകൾ അസ്ഥിരപ്പെടുകയും പാരിസ്ഥിതിക സന്തുലനത്തെ ദോഷമായി ബാധിക്കുകയും ചെയ്യും. വ്യവസായവൽക്കരണം, ഭൂവിനിയോഗ മാറ്റങ്ങൾ, നഗരവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ. ഇത്തരം പ്രവർത്തനങ്ങൾ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഏൽപ്പിക്കുന്ന ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയതോടുകൂടി കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ആരംഭിച്ചു. അവ ഏതൊക്കെയാണെന്ന് താഴെ നോക്കാം. അന്താരാഷ്ട്ര ഉദ്യമങ്ങൾ, വർഷം, സ്ഥലം, ഇടപെടലുകൾ. ലോക കാലാവസ്ഥാ സംഘടന 1950 സ്ഥലം ജനീവ, ഇടപെടലുകൾ കാലാവസ്ഥാ സമ്മേളനങ്ങൾ. അടുത്തത് സ്റ്റോക്ക്ഹോം സമ്മേളനം 1972 സ്റ്റോക്ക്ഹോമിൽ. പരിസ്ഥിതി പരിപാലനവും വികസനവുമായിരുന്നു ഇടപെടലുകൾ. ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീറോ. ഇടപെടലുകൾ എന്തൊക്കെയാണ്? പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ക്യോട്ടോ. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. അടുത്തത് മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 മോൺട്രിയൽ വെച്ച്. ഓസോൺ പാളിക്ക് നാശം വരുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. അടുത്തത് പാരീസ് ഉടമ്പടി 2015 പാരീസിൽ വെച്ച്. ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക. അടുത്തത് G20 ഉച്ചകോടി 2023 ന്യൂഡൽഹിയിൽ. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥാ ധനകാര്യം, സമഗ്ര വികസനം. ഇതൊക്കെയായിരുന്നു ഇടപെടലുകൾ. അപ്പോൾ പാരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ദോഷങ്ങൾ തിരിച്ചറിഞ്ഞതോടെ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങൾ നടന്നതാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ദോഷങ്ങൾ തിരിച്ചറിയുകയും അവ തടയുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചർച്ച ചെയ്യാനാണ് ഈ സമ്മേളനങ്ങളൊക്കെ നടന്നത്. കാലാവസ്ഥാ മാറ്റം പൂർണ്ണമായി തടയാൻ സാധിക്കുകയില്ല. എന്നാൽ കാലാവസ്ഥാ മാറ്റത്തിന് ആക്കം കൂട്ടുന്ന മനുഷ്യ ഇടപെടലുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. വ്യവസായവൽക്കരണം, ഭൂവിനിയോഗ മാറ്റങ്ങൾ, നഗരവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ. അടുത്തതായി കാലാവസ്ഥാ അഭയാർത്ഥികൾ. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്ത് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന വരൾച്ച, പ്രളയം, മരുഭൂവൽക്കരണം, സമുദ്രനിരപ്പ് ഉയരൽ, കടലേറ്റം തുടങ്ങിയ ദുരന്തങ്ങളുടെ ആഘാതത്താൽ അനേകം ആളുകൾ നിർബന്ധപൂർവ്വം കുടിയൊഴിപ്പിക്കപ്പെടാറുണ്ട്. ഇവർ മറ്റ് പ്രദേശങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ കുടിയേറാൻ നിർബന്ധിക്കപ്പെടുന്നു. ഇത്തരം കുടിയേറ്റമാണ് കാലാവസ്ഥാ കുടിയേറ്റം. ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്ന ചില പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഊർജ്ജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കൽ, വനങ്ങൾ സംരക്ഷിക്കൽ, സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തൽ, കാറ്റ്, സൗരോർജ്ജം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയാണവ.
അനുദിനം വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാലാവസ്ഥയെ ആശ്രയിച്ച് ഉപജീവനം സാധ്യമാക്കുന്നവരാണ്. കാലാവസ്ഥയിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പോലും വലിയ രീതിയിൽ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രദേശത്തെയോ രാജ്യത്തെയോ മാത്രമായി ബാധിക്കുന്ന പ്രശ്നമല്ല എന്നതിനാൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം യോജിച്ച് പ്രവർത്തിക്കേണ്ടത് മനുഷ്യജീവിതത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. The greatest threat to our planet is the belief that someone else will save it. റോബർട്ട് സ്വാൻ്റെ ഒരു കോട്ട്സാണിത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരും പാർട്ട് 1ഉം അതിനുശേഷം പാർട്ട് 2ഉം ആവർത്തിച്ച് കേൾക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കമൻറ്റുകൾ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.